ഹലോ വിളിക്കണ്ടേ പറഞ്ഞു. ആൻറ്റി, ഇന്ന് 15-ാം തീയതി ആയ ആൻറ്റി, എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ ആൻറ്റി നിങ്ങൾക്ക്? ഒന്നും വന്നില്ല, അതിൻ്റെ കഴിയും. രണ്ടുപേര് വന്ന് നോക്കിയിട്ടൊക്കെ പോയി. അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റും. 15-ാം തീയതി ആയിട്ട് വയ്യ, എനിക്ക് കള്ളിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഈ വരണതും ആൾക്കാരെ വിളിച്ചോണ്ട് വരണതും. എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കയറി ഇറങ്ങി വരണത്. നമ്മളെ അവസ്ഥ അത്. പൈസ വേണ്ട ഇതിനല്ല, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലൈവ് ആയാലേ എനിക്ക് കാണിക്കാം. അതൊക്കെ ഏതെങ്കിലും ഒക്കെ ലൈവ് ആയാലും എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിയല്ല ആൻറ്റി, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്ക് നിക്ക കള്ളിയില്ല ആൻറ്റി. നിങ്ങളെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. സത്യം, നമുക്ക് നിങ്ങൾ അറിയല്ലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി വരെ ആയി. സത്യമാണ്, എനിക്ക് വയ്യ. നമ്മൾ പല മാർഗങ്ങളും നോക്കണം സത്യം പറഞ്ഞത്. കാരണം നമ്മൾ ജീവിക്കാനുള്ള കൊതി കൊണ്ടിട്ടാണ് ഈ പല മാർഗങ്ങളും നോക്കണത്. എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് പൈസയെങ്കിലും ഇപ്പൊ സത്യം കടക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് നിവർത്തിയില്ല. കടക്കാരെ കൊണ്ട് കൊടുത്ത് വയ്യ എല്ലാവർക്കും. ഞാൻ ഫിനാൻസിൽ അത്രയായിട്ട് തളർന്നിരിക്കണം. കൊച്ചിന്റെ ജന്മനാളായിരുന്നു. ആ കൊച്ചിനൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും അവളെ കൊണ്ട് നിവർത്തിയില്ല. അവളിന്ന് എന്നെ വിളിച്ച് എന്തോരം കരഞ്ഞെന്നറിയാം. കാരണം അവളെ കൊടുക്കാനേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും. കാരണം അവൾ അത്രയ്ക്ക് കടം വാങ്ങിച്ചിട്ട് അവളെ കയ്യിൽ കൊച്ചിനൊരു മുട്ടായി വാങ്ങാനുള്ള പൈസ പോലും അവളില്ല. അവളങ്ങനെ അവളെ പറഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളെ കൊച്ചിനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. ശമ്പളം കിട്ടണില്ല. ശമ്പളം തരണ എങ്ങനെ? ചിഞ്ചേച്ചിക്ക് തന്നെ പൈസ കൊടുക്കാറുണ്ട്. അപ്പൊ ചിഞ്ചേച്ചി എങ്ങനെ ശമ്പളം തരണത്? അത് ചോദിക്കാൻ പറ്റുമോ? ഒന്നും പറ്റിയൊന്നുമില്ല. ഞാൻ നിവർത്തിയോടുണ്ട് ചോദിക്കണാണ്ട്. എന്തെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സഹായിക്കാണ്ട്. സത്യമായിട്ട് വയ്യ നമ്മളെ കൊണ്ട്. എത്ര ലക്ഷം രൂപ കടം വാങ്ങിച്ചിരിക്കണമെന്ന് അറിയാമോ? ഇത് വന്നോട്ടെ, വന്ന ഉടനെ നമുക്ക് ചെയ്യാം.